لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون ولقد جعلنا في السماء بروجا وزيناها للناظرين وحفظناها من كل شيطان رجيم إلا من استرق السمع فأتبعه شهاب مبين والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون وجعلنا لكم فيها معايش ومن لستم له برازقين وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين
وإنا لنحن نحيي ونميت ونحن الوارثون ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين وإن ربك هو يحشرهم إنه حكيم عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുമ്പും നാം അയച്ചിട്ടുണ്ട്. ഫീ ഷിയഇൽ അവ്വലീൻ, പൂർവികരിലെ വ്യത്യസ്ത കക്ഷികളിലേക്ക്. ഷിയ എന്ന് പറഞ്ഞാൽ ഷിയഅത്തിൻ്റെ ജംആണ് ഷിയഉൻ. ഷിയ എന്ന് പറഞ്ഞാൽ വിഭാഗം, കക്ഷി, ഗ്രൂപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ഒരേ സ്വഭാവമുള്ള, ഒരേ പെരുമാറ്റമുള്ള ആളുകൾക്ക്, അവർ ഒരേ കാലഘട്ടക്കാരല്ലെങ്കിൽ പോലും അതിനെ ഷീഅ എന്ന് പറയും. അപ്പോൾ ഇവിടെ മക്കാ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ നിഷേധിച്ച, അതിനെ പരിഹസിച്ച, കളിയാക്കിയ ആളുകൾ, ഇവർക്ക് സമാനരായ ഗ്രൂപ്പുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആ വേർഡ് ഉപയോഗിച്ചത്. ഇല്ല എങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും സമുദായത്തിലേക്കും റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്ത് എന്നാണ്. പക്ഷേ ഈ വേർഡ് ഉപയോഗിക്കാനുള്ള കാരണം ഇവരുടെ അതേ സ്വഭാവമായിരുന്നു അവർക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുമ്പും നാം അയച്ചിട്ടുണ്ട്. ഫീ ഷിയഇൽ അവ്വലീൻ, പൂർവികരുടെ കക്ഷികളിൽ, ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നാടുകളിലേക്ക് നാം അയച്ചിട്ടുണ്ട് പ്രവാചകന്മാരെ. വമാ യഅതീഹിം മിർ റസൂലിൻ, എന്നാൽ ഏതൊരു റസൂല് അവരിലേക്ക് ചെന്നപ്പോഴും, വമാ യഅതീഹിം മിർ റസൂലിൻ, ഒരു റസൂലും അവരിലേക്ക് ചെന്നിട്ടില്ല. എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ, ഇല്ല കാനൂ ബിഹി, അവർ ആ പ്രവാചകനെ എന്ത് ചെയ്തു? യസ്തഹ്സിഊൻ, പരിഹസിക്കുകയുണ്ടായി, കളിയാക്കുകയുണ്ടായി. ഇസ്തഹ്സഅ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, യസ്തഹ്സിഉ ഇസ്തിഹ്സാഅൻ. വമാ യഅതീഹിം മിർ റസൂലിൻ, ഏതൊരു റസൂല് ഒരു ഉമ്മത്തിലേക്ക്, ഒരു ഷിയഅത്തിലേക്ക്, ഒരു നാട്ടിലേക്ക്, ഒരു പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടോ, ആ നാട്ടിലുള്ള ജനത ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ പ്രവാചകനെ പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഇവിടെ പരിഹാസം പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? കുഫറിൻ്റെ ഏറ്റവും അഖ്തറായ, ഗൗരവമേറിയ വശമാണ് പരിഹാസം എന്നത്. ഒരാൾ ഒന്നിനെ നിഷേധിക്കുന്നു, അയാളുടെ ന്യായവാദം പറയുന്നതും ഒരാൾ ഒന്നിനെ പരിഹസിച്ച് കളിയാക്കി നിഷേധിക്കുന്നതും രണ്ടും രണ്ടാണ്. രണ്ടും കുഫറാണ്, പക്ഷെ അതിലൊന്ന് മറ്റൊന്നിനേക്കാൾ ഗൗരവമുള്ളതാണ്. ഇസ്തിഹ്സാ, കളിയാക്കുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ കോപമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മുനാഫിക്കുകളിൽ ചിലർ നബിയെയും സ്വഹാബത്തിനെയും കളിയാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അവൻ്റെ ആയത്തുകളെയുമാണോ കളിയാക്കുന്നത്? ഒരു ഉദുറും പറയണ്ട, നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു.
അപ്പോൾ മുസ്ലിമായ ഒരാൾ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. രിദ്ദത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അഥവാ മതപരിത്യാഗം, ഒരാൾ മുസ്ലിമായതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പരിഹാസമാണ്. ഈ പരിഹാസം തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും, കാരണം പരിഹാസത്തിൽ കാര്യം തമാശ എന്നൊന്നില്ല. അതുകൊണ്ടാണ് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ നേരത്തെ പറഞ്ഞ മുനാഫിക്കുകൾ നബിയോട് പറഞ്ഞു, ഇന്നാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കളിയാക്കി തമാശ പറഞ്ഞതാണ്, കാര്യത്തിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. നൽഅബ്, ഞങ്ങൾ വെറുതെ ഒരു തമാശയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീനിനെ, മതത്തിൻ്റെ ചിഹ്നങ്ങളെ, ആയാത്തുകളെ, ഹദീസുകളെ, പ്രവാചകനെ, ഖുർആനിനെ തമാശയിൽ പോലും, അതല്ലെങ്കിൽ ഗൗരവമില്ല, വെറുതെ ഒരു ആളുകളെ ചിരിപ്പിക്കാനാണ് എന്നുള്ള നിലക്ക് പോലും ദീനിൻ്റെ കാര്യങ്ങളെ പരിഹാസ്യ വിഷയമാക്കി എടുക്കരുത്, തമാശയാക്കി എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ തമാശക്ക് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലാ തഅ്തദിർ, ഒരു ഉദുറും പറയണ്ട. കാരണം പരിഹാസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ കോപമുള്ള കാര്യമാണ്. ചില ആളുകളുണ്ട്, നമുക്കറിയാം, യുക്തിവാദികളിൽ തന്നെ ചില ആളുകൾ, യുക്തിവാദമെല്ലാം കുഫറാണ്, സംശയമില്ല. പക്ഷെ ചിലർ അവരുടെ ന്യായവാദങ്ങളെ മാന്യമായി അവതരിപ്പിക്കും. ഇന്ന കാരണങ്ങൾ കൊണ്ട് ദൈവമില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് പരലോകമില്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നു എന്ന് പറയുന്നവരെ കാണാം. വേറെ ചിലരെ മുഹമ്മദ് നബിയെയും ഖുർആനിനെയും ഇസ്ലാമിനെയും അള്ളാഹുവിനെയും വരെ പരിഹസിക്കുന്നതും കാണാം. അപ്പോൾ പരിഹാസം കുഫറിൻ്റെ ഗൗരവമേറിയ വശമാണ്. എക്കാലഘട്ടത്തിലെയും ഒരു സംഘം ആളുകൾ പ്രവാചകന്മാരെ പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിവിടെ പ്രത്യേകം പറഞ്ഞത്, വമാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഏതൊരു റസൂലും അവരുടെ നാടുകളിലേക്ക് പോയപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അവരെ പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ആയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക്, അപ്രകാരം, നസ്ലുഖുഹു, നാം അതിനെ പ്രവേശിപ്പിക്കുന്നു. സലക യസ്ലുഖു സുലൂക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക. ഇവിടെ പ്രവേശിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. കദാലിക്, അപ്രകാരം, നസ്ലുഖുഹു, നാം അതിനെ പ്രവേശിപ്പിക്കുന്നു, ഫീ ഖുലൂബിൽ മുജ്രിമീൻ, മുജ്രിമുകളുടെ ഹൃദയങ്ങളിലേക്ക്. ഖൽബിൻ്റെ ജംആണ് ഖുലൂബ്. മുജ്രിം എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, കുറ്റവാളി, നിഷേധി, പരിഹസിക്കുന്നവൻ. ആ പരിഹസിക്കുന്നവനെ മുജ്രിം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവൻ കുറ്റവാളിയാണ്. പരിഹാസം കുറ്റകൃത്യമാണ്. പരിഹസിക്കുന്നവർ കുറ്റവാളികളാണ്. അവരുടെ ഹൃദയങ്ങളിലേക്ക് നാം അതിനെ പ്രവേശിപ്പിക്കുന്നു. ഇവിടെ നസ്ലുഖുഹു എന്ന് പറഞ്ഞ ആ ഹു ഏതാണ്? ഉലമാക്കൾ പറഞ്ഞു അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അഥവാ ഇസ്തിഹിസ, പരിഹസിക്കൽ, കുഫർ, നിഷേധം, തക്ദീബ്, കളവാക്കൽ. മൂന്നും സമാനമാണ്. കളവാക്കുക, പരിഹസിക്കുക, നിഷേധിക്കുക. ഇങ്ങനെ കുഫറിനെ, തക്ദീബിനെ, ഇസ്തിഹ്സാഇനെ മുജ്രിമീങ്ങളുടെ ഹൃദയത്തിൽ നാം പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. അഥവാ ഒരു വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്നുള്ളൊരായത്ത് വന്നു കിട്ടിയാൽ, പ്രവാചകൻ്റെ ഒരു ഹദീസ് വന്നു കിട്ടിയാൽ, അയാൾ അതിനെ പരിഹസിക്കുകയോ നിഷേധിക്കുകയോ കളവാക്കുകയോ ചെയ്താൽ, യാതൊരു ന്യായവുമില്ലാതെ, യാതൊരു അറിവിൻ്റെ പിൻബലമില്ലാതെ, വേദഗ്രന്ഥത്തിലെ ഒരാശയത്തെയോ പ്രവാചകൻ്റെ ഹദീസുകളെയോ ഒരാൾ പരിഹസിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ, കളവാക്കിക്കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ, ആ കളവാക്കലിനെ, പരിഹാസത്തെ അയാളുടെ ഹൃദയത്തിൻ്റെ തബീഅത്തായി അള്ളാഹു മാറ്റിക്കളയുന്നതാണ്. അതൊരു ശിക്ഷയാണ്. അതൊരു ശിക്ഷയാണ്. പിന്നെ അവൻ്റെ സ്വഭാവം മുഴുവൻ ഈ കളവാക്കലും കളിയാക്കലും പരിഹാസവും മാത്രമായിരിക്കും. അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെച്ച് കളയുന്നതാണ്. ഹൃദയത്തിന് മുദ്ര വെച്ച് കളയും. ആ മുദ്രയുടെ ഭാഗമാണ് ആദ്യ മാത്രയിൽ തന്നെ ആലോചിക്കാതെ, ചിന്തിക്കാതെ പരിഹസിക്കാനും കളവാക്കാനും തുടങ്ങിയാൽ ആ പരിഹാസവും കളവാക്കലും അയാളുടെ പ്രകൃതിയായി മാറും, അയാളുടെ ഫിത്രത്തായി മാറും, അയാളുടെ നേച്ചറായി മാറും. സത്യം സ്വീകരിക്കാനുള്ള തൗഫീഖ് തടയപ്പെടും. അത് ഏറ്റവും വലിയ ശിക്ഷയാണ്. മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല ദിക്റു
കമാ സലക്നൽ കുഫ്ര ഫീ ഖുലൂബി ശിയഇൽ അവ്വലീന ബിൽ ഇസ്തിഹ്സാഇ ബിർറുസുൽ. പൂർവിക സമൂഹത്തിലെ വ്യത്യസ്ത കക്ഷികൾ പ്രവാചകന്മാരെ കളവാക്കിയതിനാൽ അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു കുഫറിനെ പ്രവേശിപ്പിച്ചതുപോലെ. എന്താ കാരണം? ബിൽ ഇസ്തിഹ്സാഇ ബിർറുസുൽ, പ്രവാചകന്മാരെ പരിഹസിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു കുഫറിനെ സന്നിവേശിപ്പിച്ചു. കദാലിക നഫ്അലു ദാലിക ഫീ ഖുലൂബി മുശ്രികി ഖൗമികല്ലദീന അജ്റമൂ ബിൽ കുഫ്രി ബില്ലാഹ്. അപ്രകാരം താങ്കളുടെ സമൂഹത്തിൽ നിന്നും അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളുടെ ഹൃദയങ്ങളിൽ നാം കുഫറിനെ പ്രവേശിപ്പിക്കുന്നതാകുന്നു. കദാലിക നസ്ലുകു, അതുകൊണ്ടാണ് മുളാരി ആയ വസ്ൻ ഉപയോഗിച്ചത്. സലക്ന എന്നൊരു വേർഡും ഖുർആനിൽ വന്നിട്ടുണ്ട്. നാം പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നസ്ലുക്കുഹു, നാം പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിലും അങ്ങനെ സംഭവിക്കും. ആരൊക്കെ ഖുർആനിനെയും ഇസ്ലാമിനെയും കളിയാക്കുന്നുവോ അവരുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെച്ച് കളയും. വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലദീന ലാ യുഅ്മിനൂന ബിഹി, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. യഖൂലു ലാ യുസദ്ദിഖൂൻ ബിദ്ദിക്രില്ലദീ ഉൻസില ഇലൈക്, താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ദിക്റിനെ അവർ നിഷേധിക്കുന്നു. വൽഹാഉ ഫീ ഖൗലിഹി നസ്ലുകുഹു, നസ്ലുകുഹു എന്ന് പറഞ്ഞതിലെ ഹാ, ആ ദമീർ അതെവിടേക്കാണ്? മിൻ ദിക്രിൽ ഇസ്തിഹ്സാഇ ബിർറുസുലി വതക്ദീബി ബിഹിം, പ്രവാചകന്മാരെ കളവാക്കിയതും അവരെ പരിഹസിച്ചതുമാണ്. ആ പരിഹാസം, ആ കളവാക്കൽ ഒരു കുഫറായി അവരുടെ ഹൃദയത്തിൽ അല്ലാഹു മുദ്ര വെച്ച് കളയും. പിന്നീട് വിശ്വസിക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം മാറിപ്പോകുന്നതാകുന്നു. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത് ലാ യുഅ്മിനൂന ബിഹി, അവർ അതിൽ വിശ്വസിക്കുന്നില്ല. ഐ ബിൽ ഖുർആൻ അല്ലെങ്കിൽ ബിർ റസൂൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിക്കുന്നില്ല. വഖദ് ഖലത്, നിശ്ചയം കഴിഞ്ഞുപോയിട്ടുണ്ട്, സുന്നത്തുൽ അവ്വലീൻ, സുന്നത്തു അൽ അവ്വലീൻ, പൂർവികരായ ആളുകളുടെ നടപടിക്രമം കഴിഞ്ഞുപോയിട്ടുണ്ട്. അങ്ങനെ പരിഹസിച്ചവരെ, കളവാക്കിയവരെ, കളിയാക്കിയവരെ അള്ളാഹു എങ്ങനെയാണ് പിടികൂടിയത്? അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും ഇവർക്ക് അത് ഗുണപാഠമാവുന്നില്ല, അവർക്ക് മാറ്റമുണ്ടാവുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല അവരുടെ നിഷേധത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒരു ആധിക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലൗ ഫതഹ്ന അലൈഹിം ബാബൻ, വലൗ ഫതഹ്ന, ഫതഹ യഫ്തഹു ഫത്ഹൻ, വലൗ ഫതഹ്ന അലൈഹിം ബാബൻ മിനസ് സമാ, അവരുടെ മേൽ ആകാശത്ത് നിന്ന് ഒരു വാതിൽ തുറക്കപ്പെടുകയും ഫവല്ലൂ ഫീഹി, വല്ല യവല്ലു വലാലൻ, വാദല്ല വാ, വാദല്ല, വാദാണെങ്കിൽ വല്ല എന്ന് പറഞ്ഞാൽ വഴിതെറ്റി, എന്നാൽ വാ ആണെങ്കിൽ ആയിത്തീരുക, സാറ, കാന എന്നൊക്കെയുള്ള അർത്ഥമാണ്. അങ്ങനെ ഫവല്ലൂ ഫീഹി യഅറുജൂൻ, അറജ യഅറുജു, ഉറൂജ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറിപ്പോവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗ ഫതഹ്ന അലൈഹിം ബാബൻ മിനസ് സമാ, ഉപരിലോകത്ത് നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു വാതിൽ തുറക്കപ്പെടുകയും ഫവല്ലൂ ഫീഹി യഅറുജൂൻ, ആ വാതിലിലൂടെ ആകാശത്തേക്ക് അവർ കയറിപ്പോവുകയും ചെയ്താൽ പോലും, അള്ളാഹു അവരെ ആ നിലക്ക് ആകാശലോകത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് അവരെ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. എന്നാൽ പോലും അവരെന്താ പറയുന്നത്? ലഖാലൂ, അവർ പറയുക തന്നെ ചെയ്യും. എന്താ പറയുക? അവർ വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, പിന്നെയോ ഇന്നമാ സുക്കിറത് അബ്സാറുനാ, നമ്മുടെ കണ്ണുകൾക്ക് മത്ത് ബാധിച്ചിരിക്കുന്നു. സുക്കിറ എന്ന് പറഞ്ഞാൽ സക്കറ യുസക്കിറു, തസ്കീർ എന്ന് പറഞ്ഞാൽ മത്തുള്ളതായി തീരുക, മത്ത് ബാധിപ്പിക്കുക. സക്കിറ യസ്കറു എന്ന് പറഞ്ഞാൽ സക്രൻ വ സുക്രാനൻ എന്നൊക്കെ പറഞ്ഞാൽ ലഹരിയുള്ള അവസ്ഥ, മത്ത് ബാധിക്കുന്ന അവസ്ഥ. സുക്കിറത് അബ്സാറുന, ബസറിൻ്റെ ജംആണ് അബ്സാർ. ലഖാലു, അവർ പറയും ഇന്നമാ സുക്കിറത് അബ്സാറുന, ഞങ്ങളുടെ ദൃഷ്ടികൾ മത്ത് ബാധിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ ആരോ കൺകെട്ടിയിരിക്കുന്നു. ബൽ അല്ല നഹ്നു ഖൗമുൻ, ഞങ്ങളൊരു വിഭാഗമാണ് മസ്ഹൂറൂൻ, സിഹർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് സിഹറാണെന്ന് പറയും അവർ പറയും ഇത് സിഹറാണ്, മായാജാലമാണ്, ഞങ്ങളുടെ കൺകെട്ടിയിരിക്കുന്നു, ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്ത് ബാധിച്ചിരിക്കുന്നു. ഇവിടെ സുക്കിറത്ത് എന്നതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. സുദ്ദത്ത്, തടയപ്പെടുക, ഉഖിദത്ത്,
റാഞ്ചിയെടുക്കപ്പെടുക, ഖശിയത്ത് മൂടപ്പെടുക എന്നൊക്കെ അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാം സമാന ആശയങ്ങളാണ്. ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്ത് ബാധിച്ചതാണ്, ഞങ്ങൾ കാണുന്നത് റിയാലിറ്റി അല്ല, എന്തോ കണ്ണിന് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറുൻ, ആരോ സിഹ്ർ ചെയ്തതാണ്, ഞങ്ങൾ സിഹ്ർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്കിതിങ്ങനെ ഒരു ഖയാലാണ്, തോന്നൽ മാത്രമാണ്, അല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് അവർ അപ്പോഴും പറയും. എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്നൊരു വാതിൽ തുറന്ന് അതിലൂടെ കയറിപ്പോകാൻ മനുഷ്യന് കഴിഞ്ഞാൽ പോലും അപ്പോഴും നിഷേധം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് എത്ര തെളിവ് കിട്ടിയാലും അവരത് അംഗീകരിക്കൂല. തെളിവിൻ്റെ അഭാവം കൊണ്ടല്ല, അവരുടെ മനസ്സ് കടുത്തുപോയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇത്തരമൊരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ അതാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും വലിയ ശിക്ഷ. ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഹൃദയത്തിന് നഷ്ടപ്പെടലാണ്. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഹൃദയത്തിന് നഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ശിക്ഷയാണ്. അതുകൊണ്ടാണ് പലരെയും നമുക്ക് കാണാം, വിവേകശാലികളാണ്, ബുദ്ധിശാലികളാണ്, അറിവുള്ളവരാണ്, അനുഭവമുള്ളവരാണ്, പക്ഷേ ഏതെങ്കിലും ഒരു നിലക്ക് വല്ല പക്ഷപാതിത്വമോ അതേപോലെയുള്ള വല്ല ഹിസ്ബിയത്തോ കക്ഷിത്വമോ അവരെ പിടികൂടിയാൽ പിന്നെ നിങ്ങൾ 100 കണക്കിന് സൂര്യപ്രകാശം പോലെ തിളക്കമാർന്ന തെളിവുകൾ അവരുടെ മുന്നിൽ വെച്ചാലും അവരതിനെ നിഷേധിക്കുന്നത് കാണാം, അവരതിനെ പരിഹസിക്കുന്നത് കാണാം. അത് മനസ്സിൻ്റെ വല്ലാത്തൊരവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് സംഭവിക്കുന്നത് കിബറിൽ നിന്നും, സത്യം അംഗീകരിക്കാനുള്ള താല്പര്യമില്ലായ്മയിൽ നിന്നും, ഞാൻ മനസ്സിലാക്കിയതിനപ്പുറത്ത് മറ്റൊന്നില്ല എന്നുള്ള ധാർഷ്ട്യത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ അതുണ്ടാകുന്നത്. അത്തരമൊരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മിസ്ഖാലു ദർറ, കടുകുമണിയോളം കിബർ ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ ഡ്രസ്സ് നല്ലതായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ ചെരുപ്പും നല്ലതായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രസ്സ്, നല്ല ചെരുപ്പ്, ഇത് കിബറിൻ്റെ ഭാഗമാണോ, അഹങ്കാരത്തിൻ്റെ ഭാഗമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അത് അഹങ്കാരമല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. മറിച്ച് കിബർ എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ്, സത്യത്തെ തള്ളിക്കളയലാണ്. ഒരു ഹക്ക് ഹക്കാണെന്നറിഞ്ഞിട്ടും അത് സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുക എന്നതാണ് കിബർ. അത്തരമൊരു കിബർ ഒരാളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഹൃദയം മുദ്ര വെക്കപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആകാശലോകത്തേക്ക് അള്ളാഹു ഒരു വാതിൽ തുറന്ന് ഫളല്ലു ഫീഹി യാറുജൂൻ, അവർ ആകാശത്തിലേക്ക് കയറിപ്പോകുമ്പോഴും പറയും, ഇന്നമാ സുക്കിറത്ത് അബ്സാറുന, കണ്ണുകൾ ആരോ കെട്ടിയതാണ്, തോന്നുകയാണ്. ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ, ഞങ്ങൾ സിഹ്ർ ചെയ്യപ്പെട്ട ഒരു ജനതയാണ്, അതുകൊണ്ട് തോന്നുകയാണ്, അല്ലാതെ ഇതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല എന്നവർ പറയും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ, ആലോചിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ, വിനയമുള്ള മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹു ചില കാര്യങ്ങൾ, ചില ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജ, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. ജഅല യജ്അലു ജഅലൻ, വലഖദ് ജഅൽനാ ഫിസ് സമാഇ, ഉപരിലോകത്ത്, ആകാശലോകത്ത് നാം സ്ഥാപിച്ചിരിക്കുന്നു ബുറൂജൻ, ബുർജിൻ്റെ ജംആണ് ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങൾ, ഗോപുരങ്ങൾ. ഇവിടെ ബുറൂജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 നിലക്കാണ് അതിൻ്റെ അർത്ഥം പറയപ്പെട്ടത്. ഒന്ന് ബുർജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൻസിലു അശ്ശംസി വൽ ഖമർ ഔ മനാസിലു ഷംസി വൽ ഖമർ, മനാസിലുൽ കവാക്കിബ്, മനാസിലുൻ നുജൂം, നക്ഷത്രങ്ങളുടെ ഓർബിറ്റുകൾ, അവർ ചുറ്റി സഞ്ചരിക്കുന്ന, അവർക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു രേഖ, നക്ഷത്രമണ്ഡലങ്ങൾ, നക്ഷത്രരാശികൾ, അതിനാണ് ബുറൂജ് എന്ന് പറയുന്നത് എന്ന്. എന്നാൽ അധിക തഫ്സീറിലും കാണുന്നത് ഇവിടെ ഉദ്ദേശം നക്ഷത്രങ്ങൾ. വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജൻ, നക്ഷത്രമണ്ഡലങ്ങളെ അല്ലാഹു, നക്ഷത്ര ഗോപുരങ്ങളെ ഉപരിലോകത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ്. ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങൾ, അതാണ് ബുറൂജ് എന്ന് പറഞ്ഞത്. നമുക്കറിയാം, ബുർജ് എന്ന് പറഞ്ഞാൽ വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് ബുർജ് എന്ന് പറയും. അപ്പോൾ ഉപരിലോകത്ത് ഉയർന്നു നിൽക്കുന്ന വലിയ നക്ഷത്രങ്ങൾ അള്ളാഹു സ്ഥാപിച്ചതാണത്. വിവിധ ഇനം ഗാലക്സികൾ, ഓരോ ഗാലക്സികളുടെയും ഭംഗി, അതിൻ്റെ വലിപ്പമൊക്കെ എത്രയാണ്, ആധുനിക കാലഘട്ടത്തിൽ അത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ നക്ഷത്രമണ്ഡലങ്ങളെ
ഗാലക്സികളെ, താരാപഥങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു. വസയ്യന്നാഹ വസയ്യന്ന സമ വസയ്യന്നാഹ, ആകാശത്തെ നാം അലങ്കരിക്കുകയും ചെയ്തു. സയ്യന യുസയ്യനു തസ്യീൻ എന്ന് പറഞ്ഞാൽ സീനത്തുണ്ടാക്കുക, ഭംഗി ഉണ്ടാക്കുക. ആർക്ക്? ലിന്നാളിരീൻ, നളറ യൻളുറു, നളറ എന്ന് പറഞ്ഞാൽ നോക്കുക. ലിന്നാളിരീൻ, നോക്കുന്ന ആളുകൾക്ക് ഭംഗിയുള്ളതായി ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നില്ലെങ്കിൽ എന്തായിരിക്കും രാത്രിയുടെ അവസ്ഥ എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചു. നോക്കുന്ന ആളുകൾക്ക്, അവരുടെ കണ്ണുകൾക്ക് വലിയ കുളിർമ നൽകുന്ന കാഴ്ചയാണ് ആകാശലോകത്തിലെ നക്ഷത്രങ്ങൾ. കവികളൊക്കെ അതിനെക്കുറിച്ച് പാടാറുണ്ട്, സാഹിത്യത്തിൻ്റെ ആളുകൾ അതിനെ വർണ്ണിക്കാറുണ്ട്. ഇനി അവരാരും വർണ്ണിച്ചിട്ടില്ലെങ്കിൽ പോലും ആകാശലോകത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ എന്തൊരു സുഖമാണ്, എന്തൊരു രസമാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ നോക്കുന്ന ആളുകൾക്ക് വേണ്ടി സീനത്താക്കി എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ അതിൻ്റെ തൊട്ടടുത്തേക്ക് പോയാൽ അത്ര സീനത്ത് ഉണ്ടാവില്ല, കാരണം അത്രയും ചൂടും കാര്യങ്ങളുമൊക്കെയാണ്. പക്ഷേ ആ വിളക്കിൻ്റെ ഭംഗി നഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു അതിനെ ദൂരേക്ക് അകറ്റുകയും നമ്മുടെ കണ്ണുകൾക്ക് മനോഹാരിത തോന്നുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിക്കുകയും ചെയ്തു. ഇതൊരു ദൃഷ്ടാന്തമാണ്, ആലോചിക്കൂ എന്നാണ്. ആ നിർണിതമായ അകലം അള്ളാഹു ഭൂമിയെ കൊണ്ടുവച്ച് നിർത്തി. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും ഭൂമിയെ അള്ളാഹു അകറ്റുകയും ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് എല്ലാ നിലക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആകാശലോകത്തിലെ നക്ഷത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയും ചെയ്തു. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജ, ഉപരിലോകത്ത് അല്ലാഹു നക്ഷത്രമണ്ഡലങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. വസയ്യന്നാഹാ ലിന്നാദിരീൻ, നോക്കുന്ന ആളുകൾക്ക് അതിനെ ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വഹഫിൾനാഹ, ഉപരിലോകത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു. ഹഫിള യഹ്ഫളു ഹിഫ്ളൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. വഹഫിൾനാഹ, ആകാശത്തെ അഥവാ ഒന്നാമത്തെ ആകാശത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു. മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ പിശാചുക്കളിൽ നിന്നും. എങ്ങനെയുള്ള പിശാചുക്കൾ? റജീം, ആട്ടിയോടിക്കപ്പെട്ട. റജമ യർജുമു റജ്മൻ എന്ന് പറഞ്ഞാൽ എറിഞ്ഞാട്ടുക. റജമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞാട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മർജൂം എന്ന അർത്ഥമാണ് റജീം, ആട്ടിയോടിക്കപ്പെട്ടവൻ, ശാപത്തിന് പാത്രമായവൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ എന്നൊക്കെയാണ് റജീം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ശൈത്താൻ റജീമാണ്, ആട്ടിയോടിക്കപ്പെട്ടവനും ശാപത്തിന് വിധേയനായവനുമാണ് ശൈത്താൻ. അത്തരം ശൈത്താനുകളിൽ നിന്ന് ആകാശത്തെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞത്? ആകാശലോകത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശൈത്താനുകൾക്ക് സാധിക്കുമോ? പിശാചുക്കൾക്ക് കഴിയുമോ? ആകാശത്തെ അള്ളാഹു പിശാചുക്കളിൽ നിന്ന് സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആകാശലോകത്തിന് പിശാചുക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. പിന്നെ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? തൊട്ടടുത്ത ആയത്ത് കൂടി മനസ്സിലാക്കിയാൽ അത് ക്ലിയറാകും. ഇല്ല മനിസ്തറഖ സമഅ, ഇല്ല മനിസ്തറഖ സമഅ, കട്ട് കേട്ടവനൊഴികെ. ഇസ്തറഖ യസ്തരിഖു, ഇസ്തിറാഖ് എന്ന് പറഞ്ഞാൽ സരിഖ, മോഷ്ടിക്കുക. ഇസ്തറഖ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. ഇല്ലാ മനിസ്തറഖ സമഅ, കട്ട് കേൾക്കുക. ഒരാൾ പറയുന്നത് ഒളിച്ചിരുന്ന് കേൾക്കുക, അതിനാണ് ഇസ്തിറാഖു സമഅ എന്ന് പറഞ്ഞാൽ. അതാണ് ഇസ്തിറാഖു സമഅ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറയുന്നത്, ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുന്നത്, ഒരു സദസ്സിൽ സംസാരിക്കുന്നത്, അതിൽ പെടാത്ത ഒരാൾ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നതിനാണ് ഇസ്തിറാഖു സമഅ എന്ന് പറഞ്ഞത്. അത് കേൾക്കുക. ഇല്ലാ മൻ ഇസ്തറഖ സമഅ, കട്ട് കേട്ടവനൊഴികെ, ശൈത്താനിൽ നിന്ന് കട്ട് കേട്ടവനൊഴികെ. ഫഅത്ബഅഹു, അപ്പോൾ അവനെ പിന്തുടരുന്നതാണ്. അത്ബഅ യുത്ബിഉ, ഇത്ബാ എന്ന് പറഞ്ഞാൽ പിന്തുടരുക. എന്താണ് പിന്തുടരുന്നത്? ഷിഹാബുൻ, തീജ്വാല. ഷിഹാബ് തീജ്വാല, മുബീൻ, വ്യക്തമായ ഒരു തീജ്വാല, തോന്നലല്ല എന്നർത്ഥം. വ്യക്തമായ ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകളിൽ പറഞ്ഞതെന്താണ്? പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസുകളിൽ കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുമായ സംഭവമാണത്. അഥവാ നമുക്കറിയാം, ലൗഹുൽ മഹ്ഫൂദിലാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും
പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. അതിലുള്ളതൊന്നും നടക്കാതെ പോവുകയില്ല, അതിലില്ലാത്തതൊന്നും നടക്കുകയുമില്ല. ശ്രദ്ധിക്കുക, ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള ഒന്നും നടക്കാതെ പോവില്ല, ലൗഹുൽ മഹ്ഫൂദിലില്ലാത്തതൊന്നും നടക്കുകയുമില്ല. അപ്പോൾ ഓരോ വർഷവും എന്താണ് ഭൂമിയിൽ ഉണ്ടാവേണ്ടത്? ഒരാളുടെ മരണം 2026 എത്ര ആളുകൾ മരിക്കണം? അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ കൂടി ഒരു അർത്ഥമുണ്ട്. ലൗഹുൽ മഹ്ഫൂദിലെ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിക്കുന്ന ഖദറിൻ്റെ രാത്രി ഓരോ വർഷവും. അപ്പോഴാണ് ആ വർഷം എന്തൊക്കെയാണെന്നുള്ളത് മലക്കുകൾ പോലും അറിയുന്നത് അള്ളാഹു ഈ രേഖ നൽകുമ്പോഴാണ്. അപ്പോൾ ഈ രേഖ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മലക്കുകളുണ്ട്. മനുഷ്യനെ മരിപ്പിക്കുന്ന മലക്കുകൾ, കാറ്റിൻ്റെ മലക്ക്, മഴയുടെ മലക്ക്, വലിയ ശിക്ഷയുടെ മലക്കുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിനും മലക്കുകളാണ്. ഈ മലക്കുകൾ ഓരോരുത്തർക്കും കിട്ടിയ ഡ്യൂട്ടി മലഉൽ അലയിൽ 1-ാമത്തെ ആകാശത്ത് നിന്ന് ചർച്ച ചെയ്യും. അള്ളാഹു ഖദറാക്കിയതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇത് മലക്കുകൾക്ക് വിതരണം ചെയ്യുന്നത്. അത് 1-ാമത്തെ ആകാശത്തെത്തുമ്പോൾ 1-ാമത്തെ ആകാശത്ത് വെച്ച് മലക്കുകൾ ചർച്ച ചെയ്യണമെന്ത്? ഇന്നാൾ മരിക്കും, ഇന്നാളെ റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു അപകടം ഇന്ന നാട്ടിലുണ്ടാകും എന്നിങ്ങനെ മലക്കുകൾ ചർച്ച ചെയ്യുന്നത് പിശാചുക്കൾ കട്ട് കേൾക്കാൻ ശ്രമിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭൂമിയിലാണ് പൊതുവേ ശൈത്താന്മാർ, പക്ഷേ ആകാശത്തേക്ക് കയറിപ്പോകാൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിന് പിറകെ ഒന്നായി അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കൈവച്ച് കാണിച്ചു കൊടുത്തു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇങ്ങനെ ഇത് ഭൂമിയോടടുത്ത ശൈത്താനുകൾ, അതിൻ്റെ മേലെ, അതിൻ്റെ മേലെ, അതിൻ്റെ മേലെ, അതിൻ്റെ മേലെ, അങ്ങനെ ആകാശത്തോട് തൊട്ടടുത്ത 1-ാമത്തെ ആകാശത്തോട് തൊട്ടടുത്ത സ്ഥലത്ത് ഈ ശൈത്താനുകൾ ഉണ്ടാകും. അപ്പോൾ മലക്കുകൾ അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് ചിലത് അവർ കട്ട് കേൾക്കും. ഇല്ലാ മനിസ്തറക്ക, പൊതുവെ അള്ളാഹു എന്ത് ചെയ്തു? നക്ഷത്രങ്ങളെ കൊണ്ട്, ആ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ഉൽക്കകളെ കൊണ്ട് പിശാചുക്കളെ ആട്ടിയകറ്റുന്നതാണ്. എന്നാൽ ചിലരെങ്കിലും, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹഫിദ്നാഹാ മിൻ കുല്ലി ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്ന് ആകാശത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു. പൊതുവെ അതാണ് അവസ്ഥ. പക്ഷെ അതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതെപ്പോഴാണ്? അതും അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം ചില ജിന്നുകളിൽപ്പെട്ട ശൈത്താനുകൾ ഇത് കട്ട് കേൾക്കും. ഈ കട്ട് കേൾവിക്കുള്ള അവസരം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിൽ പോരായ്മ ഉള്ളത് കൊണ്ടല്ല. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിൽ പോരായ്മ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു അത് നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് ഇല്ലാ മനിസ്തറഖ അസ്സമഅ എന്ന് ഉടനെ പറഞ്ഞത്. ഇല്ലാ മനിസ്തറഖ അസ്സമഅ, കട്ട് കേൾക്കുന്നവരുടെ കാര്യത്തിൽ ഒഴികെ. അത് അള്ളാഹു അവർക്കൊരു ഇളവ് നൽകിയിട്ടുണ്ട്. അതെന്തിനാണ്? പരീക്ഷണമാണ്. അവർക്കും പരീക്ഷണം, മനുഷ്യർക്കും പരീക്ഷണം എന്ന് മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെ കട്ട് കേട്ടാൽ പോലും ഉടനെ തന്നെ ഒരു കാര്യം കൂടി അള്ളാഹു നിശ്ചയിച്ചു. എന്താണ്? ഫഅത്ബഅഹു ശിഹാബും മുബീൻ, ഈ നക്ഷത്രത്തിൽ നിന്ന് വ്യക്തമായൊരു തീജ്വാല, ഒരു ഉൽക്ക അവരുടെ നേരെ പോകുന്നതാണ്. ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ. എന്താണ് ഇവിടെ ഷിഹാബ് എന്ന് പറയാതെ ഷിഹാബുൻ മുബീൻ എന്ന് പറഞ്ഞത്? വ്യക്തമായ ഷിഹാബ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി ഇവരെ പരിക്കേൽപ്പിക്കുന്നതാണ്, പരിക്കേൽപ്പിക്കും. ചില റിവായത്തുകൾ പ്രകാരം അതവരെ തന്നെ കരിച്ചു കളയും. അതാണ് ഷിഹാബ്. കരിച്ച് അവർ മരിച്ചു പോവും, ആ ശൈത്താനുകൾ മരിച്ചു പോവും. എന്നാൽ ഇബ്നു ജരീർ ഒത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് പറയുന്നു, ഇന്ന ശുഹുബ ലാ തഖ്തുൽ, കൊല്ലാൻ മാത്രം പര്യാപ്തമല്ല, അല്ലെങ്കിൽ അള്ളാഹു അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ തുഹരിഖു വതഖ്ബിലു വതജ്റഹു മിൻ ഗൈരി അൻ തഖ്തുൽ, കൊല്ലുകയില്ല, പക്ഷേ ശരീരത്തിന് മുറിവേൽപ്പിക്കും, പൊള്ളലേൽക്കും. അങ്ങനെ പൊള്ളലേൽക്കുമ്പോൾ, മുറിവേൽക്കുമ്പോൾ അവർ ആ ദൗത്യം ഒഴിവാക്കും. എന്നാൽ ചിലരെങ്കിലും, ചില ജിന്നുകൾ, ചില ശൈത്താനുകൾ ഇങ്ങനെയൊക്കെ മുറിവ് പറ്റിയാലും ഭൂമിയിലുള്ള സാഹിറുകളുടെ അടുക്കൽ, കാഹിനുകളുടെ അടുക്കൽ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ, ജ്യോത്സ്യന്മാരിലും സാഹിറുകളിലും ചിലർ പറയുന്ന ഏതെങ്കിലും ഒന്നൊക്കെ സത്യമാവുന്നത് ഈ കട്ട് കേട്ടതിനോട് യോജിച്ച് വരുമ്പോഴാണ്. കാരണം മലക്കുകൾ
ഭൂമിയിൽ സംഭവിക്കുന്നതിന് മുമ്പേ മലക്കുകൾ ചർച്ച ചെയ്യാണ്. നാളെ ഇന്നാൾ മരിക്കും, അല്ലെങ്കിൽ നാളെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കും. സ്വാഭാവികമായി ആ ചർച്ച ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യം പറയാണ് നാളെ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോവാണ്, ചിലപ്പോൾ അത് ഒത്തുവരും. അത് ജ്യോത്സ്യൻ്റെ കഴിവല്ല, അയാൾക്ക് ദിവ്യശക്തിയില്ല, അയാൾ ഇലാഹല്ല. പിന്നെയോ അത് പിശാചുക്കളും ഈ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ തമ്മിലുള്ളൊരു സംഭവം മാത്രമാണ്. അവർ കട്ട് കേൾക്കും, ആ കട്ട് കേട്ടത് ഇവർക്ക് എത്തിച്ചു കൊടുക്കും. അതിലേതെങ്കിലുമൊക്കെ ശരിയാകും, പക്ഷേ അതിൻ്റെ കൂടെ അവർ 100 നുണകളും പറയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചിലർ കട്ട് കേൾക്കും, ഇല്ലാ മൻ ഇസ്തറഖ ഖസം. ഇനി കട്ട് കേട്ടാൽ തന്നെ ഫഅത്ബഅഹു ശിഹാബും മുബീൻ, വ്യക്തമായൊരു തീജ്വാല അവരെ ഫോളോ ചെയ്യും. ചിലരെ അത് നശിപ്പിച്ച് കളയും, ചിലർക്കത് പരിക്ക് പറ്റിക്കും. ചിലരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈ കേട്ടത് സാഹിറന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് അത്തരം ആളുകളുടെ അടുക്കൽ പോവരുത്. അവർ ഷിർക്കിൻ്റെ ആളുകളാണ്, കുഫറിൻ്റെ ആളുകളാണ്. പിശാചുക്കൾ ആ നിലക്ക് അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് പോലും അവർ ഷിർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, ബഹുദൈവാരാധന നടത്തുന്നത് കൊണ്ടാണ്, റബ്ബിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ അടുക്കൽ പോകാൻ പോലും പാടില്ല. പോയാൽ തന്നെ 40 ദിവസത്തെ നമസ്കാരം ബാത്തിലാകും. ഇനി അവർ പറഞ്ഞത് വിശ്വസിച്ചാലോ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ കാഫിറുകളായിരിക്കുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വീണ്ടും റഹ്മാനായ റബ്ബ് മറ്റൊരു അനുഗ്രഹം ഓർമ്മപ്പെടുത്തുകയാണ്. വൽ അർള, ഇനി ഭൂമിയെ നോക്കൂ നിങ്ങൾ. മദദ്നാഹ, നാം അതിനെ വിശാലപ്പെടുത്തിയിരിക്കുന്നു. മദ്ദ യമുദ്ദു, മദ്ദൻ എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക, ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കുക, വിരിപ്പ് പോലെ ഫിറാഷ് പോലെ ആക്കുക, മിഹാദ് പോലെ തൊട്ടിൽ പോലെ ആക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് താമസിക്കാനും സഞ്ചരിക്കാനും ഉതകുന്ന രൂപത്തിൽ, ജോലി ചെയ്യാനും ഉതകുന്ന രൂപത്തിൽ ഭൂമിയെ വിശാലപ്പെടുത്തിയതിനാണ് മദദ്നാഹ എന്ന് പറയുന്നത്. കാരണം ആകാശങ്ങളും ഭൂമിയുമൊക്കെ എങ്ങനെയായിരുന്നു? കാനതാ റതഖൻ, ഭൂമി ആകാശത്തോട് ഒട്ടിച്ചേർന്നതായിരുന്നു. ശ്രദ്ധിക്കുക, ഭൂമി ആകാശത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയായിരുന്നു. ഫഫതഖ്നാഹുമാ, അതിനെ നാം വേർപെടുത്തുകയാണ് ചെയ്തത്. ഭൂമിയെ വേറെയാക്കിയതാണ്. ഭൂമിയെ അള്ളാഹു വേറെയാക്കി. എന്നിട്ട് ഓരോ ദിവസങ്ങളിലായി, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ഇങ്ങനെ ഓരോ ദിവസങ്ങളിലായി 6 ദിവസങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു, മഴ പെയ്യാനുള്ള സംവിധാനമുണ്ടാക്കി, മേഘങ്ങളെ സ്ഥാപിച്ചു, പുഴകളെ സ്ഥാപിച്ചു, വൃക്ഷങ്ങളെ സ്ഥാപിച്ചു. അതേപോലെ മനുഷ്യൻ ആവശ്യമായതൊക്കെ സ്ഥാപിച്ച് ഭൂമിയെ ശരിപ്പെടുത്തി. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. വൽ അർള മദദ്നാഹ, ഭൂമിയെ നാം വിശാലപ്പെടുത്തിയിരിക്കുന്നു. വ അൽഖൈനാ ഫീഹാ റവാസിയ, അതിൽ റാസിയത്തുകളെ, റവാസി എന്ന് പറഞ്ഞാൽ റാസിയത്തിൻ്റെ ജംആണ്, ഉറച്ചു നിൽക്കുന്നവയെ. അൽഖ യുൽഖി എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക, ഇടുക, സ്ഥാപിക്കുക. വ അൽഖൈനാ ഫീഹ, ഭൂമിയിൽ സ്ഥാപിച്ചു. റവാസിയ സാബിത, ഉദ്ദേശം ജിബാൽ, പർവ്വതങ്ങളെ സ്ഥാപിച്ചു. ഉറച്ചു നിൽക്കുന്നത് എന്നാണ് റവാസി എന്നതിൻ്റെ അർത്ഥം. റാസിയത്തിൻ്റെ ജംആൻ, പർവ്വതമാണ് ഉദ്ദേശം. പർവ്വതങ്ങളെ സ്ഥാപിച്ചു. അതൊരു വലിയ കാര്യമാണ്. ഭൂമിയിൽ പർവ്വതങ്ങൾ അള്ളാഹു സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോവാതിരിക്കാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചപ്പോൾ ഭൂമിക്ക് ഇളക്കം പറ്റുന്ന, അതിൻ്റെ പ്ലേറ്റുകൾ തമ്മിൽ ഇളകുന്ന രൂപത്തിലാണ്. പക്ഷേ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ആണി കൊണ്ട് അടിച്ചു എന്നാണ്. ഔത്താദൻ എന്നാണ് പറഞ്ഞത്. ആണി അടിച്ചാൽ ഇളകിപ്പോകുന്ന ഒരു വസ്തുവിനെ ആണി അടിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നത് പോലെ ഇളകുന്ന ഭൂമിയെ ആണി കൊണ്ട് അടിച്ചു നിർത്തി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പർവ്വതങ്ങൾ ആണികളാണ്. അങ്ങനെ സ്ഥാപിച്ചു. റബ്ബ് പറയാണ്, ചിന്തിക്ക്, പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കൂ, ഭൂമിയുടെ വിശാലതയെക്കുറിച്ച് പഠിക്കൂ. തീർന്നില്ല. വ അംബത്നാ ഫീഹാ, അതിൽ നാം മുളപ്പിച്ചിരിക്കുന്നു. അംബത യുംബിതു ഇൻബാതൻ, മുളപ്പിക്കുക. വ അംബത്നാ ഫീഹാ, അതിൽ നാം മുളപ്പിച്ചിരിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും. മൗസൂൻ, വസന് നിർണയിക്കപ്പെട്ടത്, അളവ് നിർണയിക്കപ്പെട്ടത്. വസന യസിനു വസനൻ വസിനത്തൻ എന്ന് പറഞ്ഞാൽ തൂക്കുക, അളവുണ്ടാവുക, തുല്യമാക്കുക, സന്തുലിതമായി സ്ഥാപിക്കുക. അതിനാണ് വസൻ എന്ന് പറയുന്നത്. മൗസൂൻ എന്ന് പറഞ്ഞാൽ സന്തുലിതമായത്, അളവ് നിർണയിക്കപ്പെട്ടത്, തൂക്കം നിർണയിക്കപ്പെട്ട എല്ലാറ്റിനെയും. ഇവിടെ അൻബത്ന എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പൊതുവെ ചെടികളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചുമാണ് അൻബത്ത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, മുളപ്പിക്കുക. അതുകൊണ്ടാണ് നബാത്ത് എന്ന് പറഞ്ഞാൽ
ചെടികളാണ്, വൃക്ഷങ്ങളാണ്. അപ്പോൾ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ വൃക്ഷങ്ങളെക്കുറിച്ചാണ്. എല്ലാം നിർണിതമായ വസനനുസരിച്ചാണ് എന്നാണ് പറയുന്നത്. അതിന് പല നിലക്കുമുള്ള തഫ്സീറുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മനുഷ്യർക്ക് തൂക്കി നോക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കായ്കനികളെ സ്ഥാപിച്ചു. അരി തൂക്കി നോക്കാം, ഗോതമ്പ് തൂക്കി നോക്കാം, ഈത്തപ്പഴം തൂക്കി നോക്കാം. അങ്ങനെ നമുക്ക് വസന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു അവയെ സ്ഥാപിച്ചു. ആ വസന് എന്തിനാണ് നോക്കുന്നത്? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അളന്നു കൊടുക്കാനും, ഇത്ര പൈസയ്ക്ക് ഇത്ര അരി, അല്ലെങ്കിൽ ഇന്ന സാധനത്തിന് ഇത്ര അരി, അങ്ങനെ മനുഷ്യന് കണക്കാക്കാൻ പറ്റുന്ന ഈ തിജാറത്ത്, ഈ ബിസിനസ്സൊക്കെ നിലനിൽക്കുന്ന എന്താണ്? ഈ കണക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഈ കണക്കുകളൊക്കെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളെ, ധാന്യങ്ങളെ, പച്ചക്കറികളെ ഒക്കെ സംവിധാനിച്ചു തന്നു. അതിലൂടെയാണ് നിങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്തുന്നത്. അതാണ് അതിൻ്റെ ഒരു വിവക്ഷ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, അത് മിൻ കുല്ലി ഷൈഇൻ, എല്ലാറ്റിൽ നിന്നും മൗസൂൻ ഒരു വസനാണ്. അപ്പോൾ ചക്കയുടെ വലിപ്പം അടക്കക്ക് കിട്ടൂല, മാങ്ങയുടെ ടേസ്റ്റല്ല തേങ്ങക്കുള്ളത്, വൃക്ഷങ്ങൾ തമ്മിൽ വ്യത്യാസം, കായ്കനികളുടെ നിറം വ്യത്യാസം, രുചി വ്യത്യാസം, സ്വഭാവം വ്യത്യാസം. തെങ്ങിൽ നിന്ന് ഒരിക്കലും ചക്ക പ്രതീക്ഷിക്കണ്ട, മാവിൽ നിന്ന് തേങ്ങയും പ്രതീക്ഷിക്കണ്ട. പിന്നെയോ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ, മഖ്ദൂറാണത്, ഖദറാണത്, അള്ളാഹു ഖദറാക്കിയതാണ്. ഓരോ വർഷവും അങ്ങനെ തന്നെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഈത്തപ്പനയിൽ നിങ്ങൾക്ക് ഒരുപാട് പൂങ്കുലകൾ കാണാം, പക്ഷെ അതെല്ലാം ഈത്തപ്പഴമായി വരൂല. മാവിൽ കാണുന്ന പൂക്കളെല്ലാം മാങ്ങയാവില്ല. അള്ളാഹു നിശ്ചയിച്ച ഖദർ അനുസരിച്ചേ ഉണ്ടാവുള്ളൂ. ചിലത് അള്ളാഹു സുബ്ഹാനഹു വ തആല കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞേക്കാം. റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണ്. മരത്തിലുള്ളതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല, മറിച്ച് അത് പക്ഷികളും അല്ലാത്തതൊക്കെ ഉപയോഗിച്ചേക്കാം. അള്ളാഹു ഖദറാക്കിയതനുസരിച്ച് എല്ലാം കിട്ടും. ഖദറാക്കാത്തത് നമ്മുടെ ചുണ്ടിലേക്ക് എത്തുകയില്ല. മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ. അപ്പോൾ ടേസ്റ്റ്, നിറം, രൂപം, വലിപ്പം, വൃക്ഷങ്ങൾ, അതിൻ്റെ ഇലകൾ, എല്ലാറ്റിനും അതിൻ്റേതായ ഖദറുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ സംവിധാനിച്ച് തന്നു. അതിനു പുറമെ വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തന്നു ഫീഹ, ഭൂമിയിൽ, മആയിഷ്. മഈഷത്തിൻ്റെ ജംആണ് മആയിഷ്. മആഷ് അല്ലെങ്കിൽ മഈഷ, ഇതിൻ്റെ ജംആണ് മആയിഷ്. എന്താണ് മഈഷത്ത് എന്ന് പറഞ്ഞാൽ? ഉപജീവനം, ജീവിത ഉപാധി അള്ളാഹു സംവിധാനിച്ചു തന്നു. വമൻ, നിങ്ങൾക്കും അതേപോലെ തന്നെ യാതൊരു കൂട്ടർക്കും, ലസ്തും ലഹു, അവർക്ക് നിങ്ങളല്ല ബിറാസിഖീൻ, ഭക്ഷണം കൊടുക്കുന്നത്. നോക്കൂ, നിങ്ങളല്ല റാസിഖീങ്ങൾ. റസഖ യർസുഖു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക. നിങ്ങൾക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്തവർക്കും ഞാനാണ് കൊടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിത ഉപാധികൾ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ചിലർ കർഷകരാണ്, ചില ആളുകൾ കച്ചവടക്കാരാണ്, വേറെ ചില ആളുകൾ ഉദ്യോഗസ്ഥന്മാരാണ്, ചിലർ ടീച്ചർമാരാണ്. എന്തൊക്കെ ജോലികളാണ് നിങ്ങൾ നോക്കൂ, എന്തെല്ലാം ടൈപ്പ് ജോലികളാണ് ഭൂമിയിലുള്ളത്. മനുഷ്യന് ജീവിക്കാൻ ഒരു സാലറി കിട്ടാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ആരാണ് സംവിധാനിച്ചത്? റഹ്മാനായ റബ്ബല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിലിരുന്നോളൂ, അടുക്കളയിലേക്ക് ഭക്ഷണം ഇങ്ങനെ എത്തിച്ചേരാൻ റബ്ബിന് കഴിയില്ലേ? ചെടികളിലും പൂക്കളിലുമൊക്കെ കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബിന് നമ്മുടെ വീട്ടിലും അതേപോലെ കൊണ്ടുവന്ന് തന്നൂടെ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സംവിധാനമാണ് സംവിധാനിച്ചത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി, ഭൂമിയെ നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തന്നു. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും, ജോലി അന്വേഷിക്കൂ, എന്നിട്ട് അല്ലാഹു നൽകിയ റിസ്ഖിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ. വ്യത്യസ്തങ്ങളായ ജീവിത ഉപാധികൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഓരോരുത്തരും അവരവർ ജീവിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ രൂപത്തിലാണ് നമ്മളുടെ കയ്യിൽ പൈസ വരുന്നത്? നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ? അതിനൊക്കെ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നോക്കൂ. പിന്നെ അടുത്ത വേർഡ്, അതും വലിയ കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണത്?
വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, നിങ്ങൾ റിസ്ക് കൊടുക്കാത്ത ഒരുപാട് ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഭൂമിയിൽ അല്ലാഹു ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ആരാണ് ഈ വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, നിങ്ങൾ റിസ്ക് കൊടുക്കാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, മിനൽ അബീദ്, അടിമകൾ, വൽ ഇമാ, അടിമകളായ സ്ത്രീകൾ, വദ്ദവാബ്, ജീവജാലങ്ങൾ, വൽ അൻആം, കന്നുകാലികൾ, ജീവജാലങ്ങൾ, അതേപോലെ തന്നെ ബഹായിമുകൾ, എന്തൊക്കെ ജീവികളുണ്ടോ ആ ജീവികളൊക്കെ, അതേപോലെ തന്നെ കാട്ടിലെ വന്യജീവികൾ, ഇവർക്കൊക്കെ ആരാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്? ഉപജീവനത്തിന് എന്തൊക്കെ മാർഗങ്ങളാണ്? സിംഹത്തിന് അതിൻ്റേതായ രീതി, മുയലിന് അതിൻ്റേതായ രീതി, പശുവിന് അതിൻ്റേതായ രീതി, എലിക്ക് അതിൻ്റേതായ രീതി. ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്നതും കൊണ്ടുപോകുന്നു എന്ന് നോക്കൂ നിങ്ങൾ. തേനീച്ച ഭക്ഷണം ഉണ്ടാക്കുന്നത് നോക്കൂ, എന്തൊരത്ഭുതമാണ്. ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും എല്ലാറ്റിനും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാത്ത കോടാനുകോടി വൈറസുകളും സൂക്ഷ്മജീവികളും ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെ. എല്ലാവരും ജീവിക്കണം, എല്ലാം ഭക്ഷണം എടുക്കുന്നുണ്ട് എന്നാണ്. എല്ലാവരും ഭക്ഷണം എടുക്കുന്നുണ്ട്. ആരാണിത് ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംവിധാനിച്ചത്? സമുദ്രത്തിലെ മത്സ്യങ്ങൾ, കാട്ടിലെ ജീവികൾ, മണ്ണിനടിയിലുള്ളത്, അന്തരീക്ഷത്തിലുള്ളത്. അള്ളാഹു പറയാണ്, ഞാനാണ് ഭൂമിയിൽ ഞാനത് സംവിധാനിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, നിങ്ങൾ ഭക്ഷണം നൽകാത്തവർക്കും ഞാൻ ഉപജീവനം സംവിധാനിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇമ്മിൻ ഷൈഇൻ, ഒരു കാര്യവുമില്ല, ഇല്ല ഇൻദന, എൻ്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ, ഖസാഇനുഹു, അതിൻ്റെ ഖജാന, ഖസാനയുടെ ജംആണ് ഖസാഇൻ, അതിൻ്റെ ശേഖരം, അതിൻ്റെ സൂക്ഷിപ്പ്, അതെൻ്റെ അടുക്കലുണ്ട് എന്ന് റബ്ബ് പറയാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണെല്ലാം. വ ഇമ്മിൻ ഷൈഇൻ, ഒന്നുപോലുമില്ല, എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ, ഇല്ല ഇൻദന, നമ്മുടെ അടുക്കലുണ്ട്, ഖസാഇനുഹു, അതിൻ്റെ ഖജാനകൾ, അതിൻ്റെ സൂക്ഷിപ്പ്, ആ വിഭവങ്ങൾ എൻ്റെ അടുക്കലാണുള്ളത്. പക്ഷേ വമാ നുനസ്സിലുഹു, നാം അത് ഇറക്കുന്നില്ല. നസ്സല യുനസ്സിലു തൻസീല, വമാ നുനസ്സിലുഹു, നാം അതിനെ ഇറക്കുന്നില്ല, ഇല്ലാ ബി ഖദരിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ഖദർ അനുസരിച്ചല്ലാതെ. ഐ ഇല്ലാ ബി ഖദരിൻ മഖ്ദൂർ, മഅലൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഖ്ദൂറായ ഒരു ഖദർ, മഖ്ദൂറായ അള്ളാഹു കണക്കാക്കിയ, മുൻകൂട്ടി കണക്കാക്കിയ ഒരു ഖദർ അനുസരിച്ച് റിസ്ക് ഇറങ്ങുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഉലമാക്കൾ പറഞ്ഞു, ഈ പറഞ്ഞ വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു, അതിന് രണ്ട് തഫ്സീറാണുള്ളത്. ഒന്നാമത്തത് ഇതിൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ, വ ഇമ്മിൻ ഷൈഇൻ, ഏതൊരു കാര്യത്തിൻ്റെയും ഖസാന എൻ്റെ കൈകളിലാണ്, റബ്ബിൻ്റെ കൈകളിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സ്വർണം എത്ര അളവിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ കിട്ടണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ആ അളവിൽ കൂടുതൽ എടുക്കാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പം ഇന്ന് പ്രത്യക്ഷപ്പെടാത്ത സ്വർണം, ഇതാ വൻ സ്വർണത്തിൻ്റെ ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം, മാലൂമായ ഒരു ഖദറോടുകൂടി അത് പ്രത്യക്ഷപ്പെടുള്ളൂ. അതുവരെ നമുക്ക് കാണാൻ പറ്റില്ല. ഏത് ലോഹങ്ങളാകട്ടെ, സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, രത്നങ്ങളാകട്ടെ, എന്തും റബ്ബിൻ്റെ അടുത്താണ് അതിൻ്റെ ഖജനാവുകളുള്ളത്. അള്ളാഹു ഖദറാക്കുന്നതനുസരിച്ച് നമുക്കതിൽ നിന്ന് കിട്ടിക്കൊണ്ടേ നിൽക്കും, അതിനു മുമ്പ് കിട്ടൂല. ഇതാണ് അതിൻ്റെ ഒരു തഫ്സീർ. രണ്ടാമത്തത്, ഇവിടെ വ ഇമ്മിൻ ഷൈഇൻ എന്നതുകൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിച്ചത് മഴയാണ്, മഴയെക്കുറിച്ചാണ്. അതുകൊണ്ട് അധിക തഫ്സീറിലും മത്തറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. മഴയുടെ ഖജനാവ് റബ്ബിൻ്റെ അടുക്കലാണെന്നാണ്. വമാ നുനസ്സിലുഹു ഇല്ലാ ബി ഖദരിൻ മഅലൂം, അറിയപ്പെട്ടൊരു ഖദർ അനുസരിച്ചാണ് അത് ഇറക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തുള്ളി മഴത്തുള്ളിയും വീഴുന്നത്, വ അൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹു ഉപരിലോകത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത് ഒരു ഖദർ അനുസരിച്ചാണ്. അഥവാ ഇന്ന നാട്ടിൽ ഇത്ര പെയ്യണം, അടുത്ത പഞ്ചായത്തിൽ ഇത്ര പെയ്യണം, ഇന്ന പ്രദേശത്ത് ഇത്ര, മരുഭൂമിയിൽ ഇത്ര, ഇന്ന നാട്ടിൽ വർഷത്തിൽ ഇത്ര തവണ. ഇത് ഖദറാണ് എന്നാണ്. ഈ ഖദറിനേക്കാൾ കുറയുകയുമില്ല കൂടുകയുമില്ല മഴ. ഇനി ഭൂമിയിൽ എവിടെയും പെയ്യുന്നില്ലെങ്കിൽ കടലിൽ പെയ്യുന്നതാണ്. മഴ കടലിൽ പെയ്യും. എന്താണ്? അള്ളാഹു ഖദറാക്കിയ ഒരു നിശ്ചിത അളവ് അവിടെ പെയ്യും. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ഖജാന ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണ്?
ചില ഉലമാക്കൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ ഓർഡറാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു മഴയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്, ഉപരിലോകത്തുള്ള ജലശേഖരത്തെക്കുറിച്ചാണ്. അത് ഖുർആൻ മറ്റ് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പർവ്വത സമാനമായ മേഘങ്ങൾ, ആ മേഘങ്ങളിൽ വെള്ളം ഉപരിലോകത്തുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നതനുസരിച്ചാണ് അത് പെയ്യുന്നത്. മാത്രമല്ല 7 ആകാശങ്ങൾക്ക് മേലെ ഉപരിലോകത്ത് വലിയ ഒരു സമുദ്രമുണ്ട് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമാക്കപ്പെട്ടതാണ്. ആകാശലോകത്ത് ഭൂമിയിലുള്ള സമുദ്രത്തെക്കാളൊക്കെ വലിയൊരു സമുദ്രം, അതിൻ്റെ വലിപ്പം എത്രയാണെന്നറിയില്ല, അത്രയും വലിയൊരു സമുദ്രം, ജലാശയം ആകാശലോകത്തുണ്ട്. ഇവിടെ പെയ്യുന്ന മഴ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാണ് ഇല്ല ഇന്ധന ഖസാഇനുഹു, അതിൻ്റെ ഖസാന എൻ്റെ അടുക്കലാണ് എന്ന് റബ്ബ് പറയുമ്പോൾ എല്ലാം റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനപ്രകാരം, അവൻ്റെ കൽപ്പനപ്രകാരം ഇറങ്ങുന്നു. അപ്പോൾ അത് മഴയാകട്ടെ മറ്റെന്തുമാകട്ടെ റബ്ബിൻ്റെ ഖദർ അനുസരിച്ചാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ലൈഫിലേക്ക് നോക്കിയാലും, അതും നമുക്ക് തഫ്സീറിൽ കാണാം, നമ്മുടെ ലൈഫിലേക്ക് നോക്കിയാലും ഉപജീവനത്തിൻ്റെ ഖദർ അത് അള്ളാഹു ഒരു തോത് നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ചേ നമുക്ക് കിട്ടുള്ളൂ. ഇത്ര വർഷത്തിൽ ഇത്ര സാലറി, അത് കഴിഞ്ഞാൽ സാലറിയിൽ വർധനവ്, ബിസിനസ്സിൽ ലാഭം അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം, സാലറിയിൽ വർധനവ്, നല്ല വർധനവുള്ള ആളുകൾക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ താഴോട്ട്. എങ്ങനെ സംഭവിക്കുന്നു? ഒമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. പടച്ച റബ്ബിൻ്റെ അടുത്ത് അതൊരു മഖ്ദൂറായ ഖദറാണ്, അതിൻ്റെ ഖസാന റബ്ബിൻ്റെ അടുക്കലാണ്. നിങ്ങളെടുത്താന്ന് നിങ്ങൾ വിചാരിക്കരുത്, അതിനാണിത് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഖജനാവ് ആരുടെ കയ്യിലാണ്? പടച്ചോൻ്റെ കയ്യിലാണ്. വിശാലത നൽകുന്നത് അല്ലാഹു, ഞെരുക്കം നൽകുന്നത് അല്ലാഹു, വിശാലമായി തരുന്നത് അല്ലാഹു, പിടിച്ചു വെക്കുന്നത് അല്ലാഹു. ഓരോ സാഹചര്യത്തിലും അടിമകളുടെ കാര്യം നോക്കിയിട്ട് അതിനനുസരിച്ച് അത് ഇറക്കിത്തരുന്നതും അല്ലാഹു ആകുന്നു. ഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു, ഏതൊന്നിൻ്റെ ഖജനാവുകളും എൻ്റെ അടുക്കലല്ലാതെയില്ല. വമാ നുനസ്സിലുഹു, നാം അതിനെ ഇറക്കുന്നില്ല, ഇല്ലാ ബിഖദരിൻ മഅലൂം, അറിയപ്പെട്ട മഖ്ദൂറായ ഒരു ഖദർ അനുസരിച്ച് അത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആദമിൻ്റെ മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും റിസ്ക് അള്ളാഹു ഖദറാക്കി കണക്കാക്കി അത് സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിൽ നിന്ന് ഒരല്പം പോലും കുറയുകയുമില്ല കൂടുകയുമില്ല. അള്ളാഹു ഖദറാക്കി. അവസാനത്തെ ധാന്യമണിയും നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ മരിക്കൂല എന്നാണ് നിങ്ങൾക്ക് ഖദറാക്കിയത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഹറാമായി സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ. കാരണം അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഹറാമിൻ്റെ വഴിയിലൂടെ പോയതുകൊണ്ട് അള്ളാഹു കണക്കാക്കിയതിനപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക, ലാഭം ലഭിക്കാൻ വൈകിയാലും ശരി. ഇതാ ഹദീസിൻ്റെ ആശയമാണ്. ഹദീസിൻ്റെ ആശയമാണ്, ഞാൻ വേർഡ് ടു വേർഡ് മീനിങ് അല്ല പറഞ്ഞിട്ടുള്ളത്. ആ ഹദീസിൻ്റെ ആശയം അതാണ്. എത്ര തന്നെ വൈകിയാലും നിങ്ങൾ ഹറാമിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഹലാലിനെക്കുറിച്ച് ചിന്തിക്കുക. റബ്ബ് കണക്കാക്കിയത് കിട്ടാതെ ഇവിടെ നിന്ന് ഒരാളും മരിച്ചു പോവില്ല. ഒരു ആവലാദ്യം വേണ്ട, ഒരു വേവലാദ്യം വേണ്ട. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും ശരി, ഏതൊക്കെ കടുത്ത നിലക്കുള്ള പ്രതിസന്ധികൾ വന്നാലും ശരി, നമുക്ക് നിശ്ചയിച്ചത് അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കും. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഇതിൻ്റെയൊക്കെ ഖസാന പടച്ച റബ്ബിൻ്റെ കൈകളിലാണ്, മനുഷ്യരുടെ കൈകളിൽ, ഒരു രാജ്യത്തിൻ്റെ കയ്യിലുമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ കയ്യിലുമല്ല, പടച്ച റബ്ബിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും കണ്ട് ആരും ബേജാറാവണ്ട. റബ്ബ് നമുക്ക് നൽകേണ്ടത് റബ്ബ് നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഇതിന് ശേഷവും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഒരുപാട് തെളിവുകൾ വെക്കുകയാണ്. ആ തെളിവുകളൊക്കെ കണ്ടും കേട്ടും പഠിച്ചു മനസ്സിലാക്കുവാനും റഹ്മാനായ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇരു ലോകത്തും എല്ലാ ഖൈറാത്തുകളും ബറക്കാത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇരു ലോകത്തിലെയും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും പണ്ഡിതന്മാർക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും അറിവിലും പ്രവർത്തനങ്ങളിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്ന മഹത്തായ ഈ സദസ്സെന്ന മഹത്തായ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കാലം അള്ളാഹു ഇത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.